ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി വീട്ടുടമ സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡോടുകൂടി വരുന്ന 5 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഈ ഒരു റോഡിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ഈ ഒരു വീട്ടിലേക്കാണ്. അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. കയറി വന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കവേഡോടുകൂടി വരുന്നൊരു കാർ പോർച്ച് ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 5 വർഷം മാത്രം പഴക്കമുള്ള വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീതിയുള്ള സിറ്റ് ഔട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ ഈസ്റ്റ് ഡയറക്ഷൻ തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ കാണാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ കാണുന്ന എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് സെല്ലിനായി ഇട്ടിരിക്കുന്നത്. 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഇതിൽ വർക്ക് ഏരിയ ഉൾപ്പെടാതെ വരുന്ന സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. ഇതൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലി ലിവിങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാണ് ആ ഫാമിലി ലിവിങ് വരുന്നത്. ഇവിടെയും ഒരു കോർണർ സെറ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെയാണ് അതിൻ്റെ എല്ലാം നിർമ്മാണം. 100% ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. ലിവിംഗ് ഹാളിൽ നിന്നും ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സ്റ്റോറേജ് ഏരിയ ആണ്. എല്ലാ സ്പേസിലും മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണാം. കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ആ ഒരു ഭാഗം കർട്ടനിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീളത്തിലുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചണിലും കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അവിടെ ചിമ്മിനിയും ഹോബെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് വിശാലമായ ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് ഇനി പ്രവേശിക്കാം. മനോഹരമായി തന്നെയാണ് ആ ഒരു വർക്ക് ഏരിയ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയായി പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു ഏരിയ അവിടെ കവേർഡ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നേരെ കാണുന്ന ഏരിയയിൽ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ ബാത്റൂം ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായി നമുക്ക് തുണിയെല്ലാം അലക്കിയിടാവുന്ന രീതിയിലുള്ളൊരു സ്പേസും കാണാൻ കഴിയും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫുൾ കബോർഡ് വർക്കുകളും കോട്ടും ബെഡടക്കം മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിലും എയർ കണ്ടീഷനോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. വലിപ്പമുള്ള ബാത്റൂമാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയെല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. കോളർ കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കാണാൻ കഴിയും. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂമാണ്. ഏകദേശം 170 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം വരിക.
ബേ വിൻഡോ മോഡലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ കാണാം. ഗ്ലാസ് പാർട്ടീഷനോടുകൂടി വരുന്ന ഒരു ഏരിയയോടുകൂടിയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പോടുകൂടി വരുന്നൊരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ഏരിയ തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. മനോഹരമായ ഹാൻഡ് റെയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ആ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്താണ് സ്റ്റെയർ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കും. മുകളിലും അതുപോലെ ടഫൻ ഗ്ലാസോടുകൂടി വരുന്ന ഒരു കവേർഡ് ഏരിയ നമുക്ക് കാണാം. അവിടെ നിന്ന് മുകളിലെ ഹോളിലേക്കും താഴെ ഡൈനിങ് ഹാളിലേക്കും നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വിശാലമായൊരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്ന സെറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന വീടാണ്. ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് വീട് വിൽപ്പനക്കായി വച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റഡി ടേബിളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം 140 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളും എയർ കണ്ടീഷനോടുകൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 5 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ലഭിക്കുക. എല്ലാ സ്ഥലത്തും കോളർ കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴെ കണ്ട മോഡലിൽ തന്നെ ബേ വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിലെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ നമുക്ക് കാണാം. ഇപ്പോൾ 4 ബെഡ്റൂം ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 5ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് 5ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.5 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.